ഗായ്സ് വെൽക്കം ടു മെഡ്ഹെഡ് ഹബ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ആന്റി ലെപ്രോട്ടിക്കിലെ ചോൾമുഗ്ര ഓയിലാണ്. ഭയങ്കര സിമ്പിൾ ഡ്രഗ് ആണ് കേട്ടോ, 1 മിനിറ്റ് പോലും വേണ്ടത് പഠിക്കാനായിട്ട്. സോ നമുക്ക് ആന്റി ലെപ്രോട്ടിക്കിലെ ചോൾമുഗ്ര ഓയിൽ നോക്കാം. ചോൾമുഗ്ര ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യമായിട്ട് ഓർമ്മ വരേണ്ടത് ഒരു ഫിക്സഡ് ഓയിലാണെന്ന് ഓർമ്മ വരിക, CD ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. പിന്നെ അത് മാത്രം അത് കോൾഡ് എക്സ്പ്രഷൻ വഴിയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ചോൾമുഗ്ര ഓയിൽ പറയുമ്പോൾ ആദ്യം ഓർമ്മ വരേണ്ടത്. സോ സിനോണിം നോക്കാം. ഹിപ്നോകാർപ്പസ് ഓയിൽ, ഗിനോകാർഡിയക് ഓയിൽ ആൻഡ് ജംഗലി ബരം കെറ്റിലാണ്. സോ ബയോളജിക്കൽ സോഴ്സ് പറയുവാണെങ്കിൽ ഫിക്സ്ഡ് ഓയിൽ ഒബ്റ്റൈൻഡ് ഫ്രം ദ കോൾഡ് എക്സ്പ്രഷൻ മെത്തേഡ് ഫ്രം റൈപ്പ് സീഡ് ഓഫ് ദ പ്ലാന്റ്. രണ്ടെണ്ണം ഉണ്ട്, എന്താണ് ടെർക്കോജനസ് കേഴ്സെന്നും ആൻഡ് ഹിപ്നോകാർപ്പസ് ആന്തൽമെൻറ്റിക്. രണ്ട് സയന്റിഫിക് നെയിം പഠിക്കണം കേട്ടോ. സോ കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ഹിപ്നോകാർപ്പസ് ആന്തൽമെൻറ്റിക് ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. സോ ഒന്നും കൂടെ പറയാം, ഹിപ്നോകാർപ്പസ് ഓയിൽ അല്ലെങ്കിൽ ഗിനോകാർഡിയ ഓയിൽ അല്ലെങ്കിൽ ജംഗലി ബരം കറ്റിൽ എന്നാണ് സിനോണിം പറയുക. ഫിക്സ്ഡ് ഓയിൽ ആണ്, കോൾഡ് എക്സ്പ്രഷൻ മെത്തേഡ് വഴിയാണ് കിട്ടുന്നത്. റൈറ്റ് സീഡ് ഓഫ് ദി പ്ലാന്റ്, ടെർക്കോജനസ് കേഴ്സ് ആണ്, ഹിപ്നോകാർപ്പസ് ആന്തൽമെൻറ്റിക് ആണ്, ഫാമിലി ഫ്ലക്കോട്ടേസി ആണ്. മറന്നു പോകേണ്ട, ഭയങ്കര സിമ്പിൾ ഡ്രഗ് ആണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കണ്ടിട്ട് ചാൻസ് ഉള്ളത് പോലെയാണ് തോന്നുന്നത്. സോ കളർ പറയുവാണെങ്കിൽ ഓയിലൊക്കെ ഒരു യെല്ലോയിഷ് ബ്രൗണിഷ് അല്ലെങ്കിൽ ഒരു യെല്ലോ കളറിലാണ് ഉള്ളത്. ഓർഡർ പറയുവാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ആണ്, ടേസ്റ്റ് അക്രഡിക് ആണ്, ഒരു അസിഡിക് ടേസ്റ്റ് ആണ് ഉള്ളത്. ഇനി അത് മാത്രമല്ല, നമ്മൾ ഈ വയനാട് പോലുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക, അവിടെ എണ്ണയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാവില്ലേ, അതേപോലെ തന്നെ ഒരു വൈറ്റ് സോൾഡ് ആയിട്ട് മാറുവാണ് ചെയ്യുക 25 ഡിഗ്രി സെൽഷ്യസിൽ. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞു യെല്ലോയിഷ് ടു ബ്രൗൺ, യെല്ലോയിഷ് കളർ ആണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ടെമ്പറേച്ചർ കുറയും തോറും ഒരു വൈറ്റ് സോൾഡ് ആയിട്ട് മാറുവാണ് ചെയ്യുക കേട്ടോ. സോ കെമിക്കൽ കോൺസ്റ്റന്റ് പറയുവാണെങ്കിൽ എസ്റ്റർ ഉണ്ട്, എസ്റ്റർ ഓഫ് ഫാറ്റി ആസിഡ്സ് ഓഫ് ചോൾമുഗ്രിക് ആസിഡ് ആൻഡ് ഹിപ്നോകാർപ്പസ് ഓയിൽ. സോ ചോൾമുഗ്രിക് ആസിഡിന്റെയും ഹിപ്നോകാർപ്പസിന്റെയും എസ്റ്റർ ഫാറ്റി ആസിഡ് ഉണ്ട്, ആൻഡ് ഗോർലിക് ആസിഡ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, സയനോഫോറിക് ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്, പാൽമിറ്റിക് ആൻഡ് ഒലീക് ആസിഡ് ഉണ്ട്. ഏതൊക്കെയുണ്ട്? പാൽമിറ്റിക് ആസിഡ്, ഒലീക് ആസിഡ്. സോ നോർമലി ഇതൊക്കെ നമ്മുടെ എല്ലാ ഏകദേശം ഓയിൽസിലും ഒക്കെ കാണുന്നതാണ്. സോ സയനോഫോറിക് ഗ്ലൈക്കോസൈഡ്സും എന്താണ് ഗോർലിക് ആസിഡും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, അത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമുക്കറിയാം ഇത് ആന്റി ലെപ്രോട്ടിക് ആയതുകൊണ്ട് ലെപ്രോസിക്ക് ഉപയോഗിക്കാറുണ്ട്, ബാക്ടീരിയോസിഡൽ എഫക്റ്റുകളുണ്ട്, പിന്നെ സോറിയാസിന് ഉപയോഗിക്കാറുണ്ട്, റുമാറ്റിസത്തിന് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇത് എക്സ്റ്റേണൽ യൂസിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. സീഡ് കണ്ടെയ്നിങ് സയനോഫോറിക് ഗ്ലൈക്കോസൈഡ്സ് ടോക്സിക് ആണ്. സീഡ്സിൽ സയനോഫോറിക് ഗ്ലൈക്കോസൈഡ് ഉണ്ടെങ്കിൽ അത് ടോക്സിക് ആണ്. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ശ്രദ്ധിച്ചോളാം. സീഡ്സ് കണ്ടെയ്നിങ് സയനോഫോറിക് ഗ്ലൈക്കോസൈഡ്സ് ആർ ടോക്സിക്. സോ ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ ഡ്രഗ് ആണ്, ഒരൊറ്റ ഡ്രഗ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ആ കെമിക്കൽ കോൺസ്റ്റൻസ് ഒന്ന് ശ്രദ്ധിക്കുക, യൂസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. അപ്പം നെക്സ്റ്റ് കാണാം, ബൈ.